ടോയ്ലറ്റ് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നാൽ എങ്ങനെയിരിക്കും? കേൾക്കാൻ തമാശയാണെന്ന് തോന്നാം, പക്ഷേ ഇത് സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗമല്ല. ചൈനയിലെ ഒരു കമ്പനി യഥാർത്ഥത്തിൽ ഇത്തരമൊരു റോബോട്ടിക് ടോയ്ലറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ പുതിയ ഉപകരണത്തിന്റെ പേര് ഷിയാവോബാൻ റോബോട്ടിക് ടോയ്ലറ്റ്. ഇത് വികസിപ്പിച്ചിരിക്കുന്നത് യുഎബാൻ എന്ന ചൈനീസ് കമ്പനിയാണ്. 2026 ജൂണിൽ നടന്ന ഷാങ്ഹായ് എൽഡർലി കെയർ എക്സ്പോയിലാണ് ഈ സാങ്കേതിക വിദ്യ ആദ്യമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഈ റോബോട്ടിക് ടോയ്ലറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് എഐയും വിവിധ സെൻസറുകളും ഉപയോഗിച്ച് സ്വയം ഉപയോക്താവിന്റെ അടുത്തേക്ക് എത്തുമെന്നതാണ്. അതായത് നടക്കാൻ ബുദ്ധിമുട്ടുള്ള വയോധികർക്കും കിടപ്പുരോഗികൾക്കും വീൽചെയർ ഉപയോഗിക്കുന്നവർക്കും ടോയ്ലറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ആവശ്യമായപ്പോൾ ടോയ്ലറ്റ് തന്നെ അവരുടെ അടുത്തേക്ക് എത്തും. ഉപയോഗം കഴിഞ്ഞാലും ഇതിന്റെ ജോലി അവിടെ തീരുന്നില്ല. മാലിന്യം സ്വയം നീക്കം ചെയ്യുകയും ചൂടുവെള്ളം ഉപയോഗിച്ച് ശരീരം വൃത്തിയാക്കുകയും തുടർന്ന് ഡ്രൈ ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ടോയ്ലറ്റ് സ്വയം ക്ലീനിംഗ് നടത്തുകയും അണുവിമുക്തമാക്കുകയും ചെയ്ത് ചാർജ് ചെയ്യാനായി സ്വന്തം ഡോക്കിംഗ് സ്റ്റേഷനിലേക്ക് തിരികെ പോകുകയും ചെയ്യും. ഇതിന്റെ വില ഏകദേശം $4000, അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 3.5 ലക്ഷം രൂപ വരും. അടുത്തതായി AI സ്കാനറിന്റെ പ്രവർത്തനം പരിശോധിക്കാം. വെറും 60 സെക്കൻഡിനുള്ളിൽ റേഡിയേഷൻ ഇല്ലാതെ നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ 3D സ്കാൻ ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീൻ വന്നാൽ വിശ്വസിക്കുമോ? ഇത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമയല്ല, യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്ന പുതിയ സാങ്കേതിക വിദ്യയാണ്. അമേരിക്കൻ സ്റ്റാർട്ടപ്പായ മിഡ്ജേർണി പുതിയ അൾട്രാസോണിക് CT എന്ന ഫുൾ ബോഡി സ്കാനർ അവതരിപ്പിച്ചിരിക്കുകയാണ്. സാധാരണ CT സ്കാനിൽ എക്സ്റേ റേഡിയേഷൻ ഉപയോഗിക്കുമ്പോൾ ഈ പുതിയ സംവിധാനത്തിൽ അൾട്രാസൗണ്ട് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് റേഡിയേഷൻ എക്സ്പോഷർ ഇല്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സ്കാനിനായി ഉപയോക്താവ് വെള്ളം നിറച്ച പ്രത്യേക ടാങ്കിൽ കിടക്കണം. ടാങ്കിനുള്ളിൽ ഏകദേശം 5 ലക്ഷം അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസറുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇവ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. തുടർന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഈ വിവരങ്ങൾ വിശകലനം ചെയ്ത് ശരീരത്തിലെ അവയവങ്ങൾ, പേശികൾ, അസ്ഥികൾ, ടിഷ്യൂകൾ എന്നിവയുടെ വളരെ വിശദമായ 3D ചിത്രം തയ്യാറാക്കും. ഈ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ അൾട്രാസൗണ്ട് ഓൺ എ ചിപ്പ് സാങ്കേതികവിദ്യയിൽ പ്രശസ്തമായ ബട്ടർഫ്ലൈ നെറ്റ്വർക്ക് എന്ന കമ്പനിയും പങ്കാളിയായിട്ടുണ്ട്. കമ്പനിയുടെ പദ്ധതി പ്രകാരം ആദ്യ മിഡ്ജേർണി സ്പാ സെന്റർ 2027 അവസാനത്തോടെ സാൻ ഫ്രാൻസിസ്കോയിൽ ആരംഭിക്കും. പിന്നീട് ലോകമെമ്പാടുമായി 50,000 സ്കാനറുകൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യം. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ മെഡിക്കൽ രംഗത്ത് ചില ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. ചില വിദഗ്ധർ പറയുന്നത് അൾട്രാസൗണ്ട് തരംഗങ്ങൾക്ക് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും MRIയുടെയോ പരമ്പരാഗത CTയുടെയോ അതേ കൃത്യതയിൽ കാണാൻ കഴിയുമോ എന്നത് ഇനിയും തെളിയിക്കേണ്ടതുണ്ടെന്നാണ്. കൂടാതെ രോഗി ചെറുതായി ചലിച്ചാൽ പോലും ചിത്രത്തിന്റെ ഗുണനിലവാരം കുറയാനുള്ള സാധ്യതയുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം ഏറ്റവും പുതിയ AI ടെക്നോളജി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.